അമിത ജോലിഭാരവും ആൾക്ഷാമവും രൂക്ഷമായതിനാൽ ഇസ്രായേൽ പ്രതിരോധ സേന സ്വയം തകരുമെന്ന് സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി മിലിറ്ററി ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ. ചാനൽ 13 ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നിർബന്ധിത സൈനിക നിയമം, റിസർവ് ഡ്യൂട്ടി നിയമം, നിർബന്ധിത സേവനം നീട്ടുന്നതിനുള്ള നിയമം എന്നിവ IDFന് ആവശ്യമാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവാഹിതൻ പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായ മറ്റൊരു യുവതിക്കൊപ്പം ജീവിക്കുന്നത് കുറ്റമല്ലെന്ന് ഹൈക്കോടതി. ലിവ് ഇൻ റിലേഷനിലുള്ള അനാമിക നേത്രപാൽ ദമ്പതികളുടെ ഹർജിയിൽ വിധി പുറപ്പെടുവിച്ചത്. ഹർജിക്കാരായ ദമ്പതികളെ അറസ്റ്റ് ചെയ്യരുതെന്നും ഹർജിക്കാരിയുടെ കുടുംബം ദമ്പതികളെ ആക്രമിക്കുന്നത് തടയണമെന്നും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിൽ DMK മുന്നണി പ്രവേശനം ലഭിച്ച SDPIക്ക് ഒരു സീറ്റ് അനുവദിച്ചു. തിരുവാരൂർ ജില്ലയിലെ നന്നിലം മണ്ഡലത്തിലാണ് SDPI മത്സരിക്കുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാർട്ടി 3 സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് അനുവദിച്ചത്. വടകര വില്യാപ്പള്ളിയിൽ സ്ഫോടനത്തിൽ വിദ്യാർത്ഥിയുടെ കൈപ്പത്തി തകർന്നു. കൊറ്റിയാമ്പള്ളി സ്വദേശി 16-കാരനായ യദുദേവിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. യദു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.